ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. പെരുന്നാളിൻ്റെ അന്നത്തെയും പിന്നെ തലേന്നത്തെയും കുറച്ചുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടാലോ. തലേന്ന് അറഫ നോമ്പായിരുന്നു, അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടില്ല. ഒരു 3 മണിക്ക് സമയത്താണ് എത്തിയിട്ടുള്ളത്. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കേക്കിനുള്ള എഗ്ഗൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള പണികളൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് തന്നെ കേക്കിൻ്റെ പ്രിപ്പറേഷൻസാണ് തുടങ്ങാൻ വിചാരിച്ചത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസും റെഡിയാക്കിയിട്ടുണ്ട്. കേക്കിൻ്റെ മോൾഡൊക്കെ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് കേക്കിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സാധാരണ വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ മുന്നേ എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ കേക്കിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നട്ടി മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു. 1 kg വരുന്ന ബാറ്റർ കൊണ്ട് 2 kg വലുപ്പത്തിലൊരു കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് ഇതിൽ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കേക്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് തന്നെ ചെയ്തത് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കലാണ്. അപ്പോഴേക്കും കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ ബേക്കിംഗ് കഴിഞ്ഞതിന് ശേഷം കേക്ക് ആദ്യം ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇനി മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി കേക്കിലേക്ക് നിൽക്കുള്ളൂ. പിന്നെ അറഫ നോമ്പാണല്ലോ, അപ്പോൾ നോമ്പ് തുറക്കാനും ലൈറ്റായിട്ടുള്ള ഫുഡ് മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് അതിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും ഒരു പൊരിച്ചത് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കോഴിമുട്ട കായം തേച്ച് പൊരിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എഗ്ഗ് പെട്ടെന്ന് കുക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പം നമുക്ക് ഒരൊറ്റ വിസലിനോട് തന്നെ എഗ്ഗ് കുക്കായി കിട്ടും. പിന്നെ എഗ്ഗ് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂണ് സുർക്കയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടാതൊക്കെ നല്ല നീറ്റിൽ എഗ്ഗ് കിട്ടും. അങ്ങനെ ഫസ്റ്റ് തന്നെ എഗ്ഗ് ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാണ്. അടുത്തതായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കാണ്. പെട്ടെന്ന് കഴിയുന്ന പണികളൊക്കെയാണ് ആദ്യം ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 2 ആപ്പിളും അതുപോലെ തന്നെ 2-3 പ്ലമ്മൊക്കെ എടുത്തിട്ടുണ്ട്. മക്കൾക്കൊക്കെ നോമ്പുണ്ടായിരുന്നു. മക്കൾക്ക് പ്ലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ 2 മാംഗോസ് എടുത്തിട്ടുണ്ട്. ഒരു മാംഗോ കഴിക്കാനും പിന്നെ ഒരു മാംഗോ ജ്യൂസിന് വേണ്ടിയിട്ട് എടുത്തതാണ്. വെക്കാണ്. ഇനി നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം ഫ്രഷായിട്ട് കുറച്ച് മീനിൻ്റെ തലയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു മീനിൻ്റെ തലയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ്. അപ്പോൾ അത് ആദ്യം മുളകിടാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു നല്ല വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഞരമ്പി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.25 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു മീൻ കറി ഞാൻ വേവിച്ചെടുക്കുന്നത്. മീനിൻ്റെ തലയാണ്, ഒരുപാട് വെള്ളം വേണമെന്ന് വെച്ചിട്ട് ഒരുപാട് വെള്ളത്തിൽ മീൻ കറി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കുറച്ച് വെള്ളത്തിൽ so high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Flying, get off
Dangerous times, don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world, but keep the sky on your mind. Flying, get on board. We're soaring on top of the world. Flying. ഇനിയിത് ഞാൻ ചൂടോട് കൂടി തന്നെ കറിയിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അപ്പം മീൻ കറീൻ്റെ പണികളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മാറ്റി വെക്കാണ്. അപ്പോൾ ഈ സമയം ആയപ്പോഴേക്കും കുക്കറിൽ എഗ്ഗൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് എഗ്ഗ് ജസ്റ്റ് ഒന്ന് കായം തേച്ച് വെക്കാം. അപ്പോൾ കായം തേക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടി മാത്രം ചേർത്തിട്ട് കായം തേച്ച് വെക്കുകയാണ്. ഇനി ഇത് ഇപ്പോഴൊന്നും പൊരിക്കാൻ വിചാരിച്ചിട്ടില്ല. നോമ്പുറക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ പൊരിക്കാൻ വിചാരിച്ചത്. കായം തേച്ചിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് നാളെ പെരുന്നാളിൻ്റെ അന്ന് ഉച്ചകൾക്ക് കുറച്ച് ബീഫ് കറിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറുമാണ് വിചാരിച്ചിട്ടുള്ളത്. അതിൻ്റെ ബീഫ് ഇപ്പം തന്നെ വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി 1.5 കിലോന് ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ 1.25 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് ഉലുവ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കഷ്ണം തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇതൊരു കറി മോഡലും അല്ല, എന്നാൽ തന്നെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഫ്രൈയും അല്ല, ചെറിയൊരു ഗ്രേവി രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കാഞ്ഞാൽ തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായി വരും. എന്നിട്ട് 4 വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബീഫ് നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ബീഫ് കുക്കായി വരുന്ന സമയം കൊണ്ട് ചിക്കനൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലത്തെ ഫ്രോസൺ ചിക്കനാണ് വാങ്ങിക്കാറ്. അപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷമാണ് തോലൊക്കെ കളഞ്ഞിട്ട് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ആദ്യം ഒന്ന് കായം തേക്കണതിൻ്റെ മുമ്പായിട്ട് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കും. എന്നിട്ടാണ് കായം തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ചിക്കന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ച സമയത്ത് കായം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ മുളകും മല്ലിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനൊക്കെ പുറമായിട്ട് ഒരു എഗ്ഗും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണും അരിപ്പൊടിയും 2 ടേബിൾ സ്പൂണും മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, എന്നാൽ പുറം ഭാഗം നല്ല ക്രിസ്പിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. പിന്നെ മാത്രമല്ല ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഓയിലിട്ട് ഫ്രൈ ഉണ്ടായിരുന്നു. ഇനി കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങിലേക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ മറ്റുള്ള പണികളൊന്നും സാധാരണ ചെയ്തെടുക്കാറില്ല. കേക്കിൻ്റെ കംപ്ലീറ്റ് ഡെക്കറേഷൻസും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ കിച്ചൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മോളെ ഫ്രണ്ട്സുകളെല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം 4 മലയാളി ഫാമിലീസ് മാത്രം താമസിക്കുന്ന ഒരു വില്ലയിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്, കുട്ടികൾ തന്നെ ഉണ്ട്. മാത്രമല്ല പെൺകുട്ടികളാണ് ഈ ബിൽഡിങ്ങിൽ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് പെൺകുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഇനി ഇവരൊക്കെ മെഹന്തി ഇടാൻ വേണ്ടി വന്നിട്ടാണ്. അപ്പോൾ മെഹന്തി ഇടലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ ക്ലീനിങ് ചെയ്യുന്നത്. പിന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇനി കിടന്നുറങ്ങാണ്. ഇനി നാളെ രാവിലെ എണീക്കുള്ളൂ. അപ്പോൾ ക്ലീനിങ് പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റുള്ള റെഡിയാക്കാണ്. അപ്പോൾ ഒക്കത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ബീഫ് കറി എന്ന് പറഞ്ഞുകൂടെ ഒരു ചെറിയൊരു വരട്ട് ഗ്രേവി മോഡലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഒരുപാട് കറീൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഗ്രേവി മോഡൽ മാത്രം മതി. ഇനി ഇത് വറവിട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ്.
പിന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിന്ന് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബീഫ് കറിയും പുട്ടും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ സാധാരണ 2 തരത്തിലുള്ള പുട്ടാണ് ഉണ്ടാക്കൽ. ഓരോരുത്തർക്കും അരിപ്പുട്ടും ഇഷ്ടമുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഗോതമ്പ് പുട്ടും ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ 2 പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷമാണ് നമ്മൾ പെരുന്നാക്കുള്ള കുളിയും നിസ്കാരങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. പിന്നെ ഡ്രസ്സിങ്ങും ഒക്കെ ആയിരുന്നു. പിന്നെ കുട്ടികളൊക്കെ എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് കുളിച്ച് ഡ്രസ്സ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു ഇൻട്രസ്റ്റ് തന്നെ ആയിരുന്നു. ചെറിയ മോൻ്റെ ഡ്രസ്സാണ്, മെറൂൺ കളറിലെ ടീഷർട്ടിൽ നേവി ബ്ലൂ ജീനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വലിയ മോൻ്റെ ഡ്രസ്സാണ്, ആഷ് കളർ ടീഷർട്ടിലേക്ക് ലൈറ്റ് ബ്ലൂ ജീനാണ് അവനക്ക് എടുത്തിട്ടുള്ളത്. ഒക്കെ റെഡ് ടാഗൊന്നും മാക്സൊന്നും ഓഫറിൽ എടുത്തിട്ടുള്ളതാണ്. പിന്നെ മോളെ ഡ്രസ്സാണ്, ഇതൊരു ലൈറ്റ് പിങ്ക് ഷർട്ടിലേക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സുള്ള ഫുൾ സ്ലീവ് ഷർട്ടാണ്. അതിലേക്ക് 3/4 പാൻറ്റാണ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് പിങ്ക് പാൻറ്റാണ്. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡിന് എടുത്തിട്ടുള്ള നേവി ബ്ലൂ ടീഷർട്ടാണ്. അതിലേക്ക് ലൈറ്റ് ബ്ലൂ ജീനി പാൻറ്റുമാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പെരുന്നാൾക്ക് ഒന്നും എടുക്കാത്തതുകൊണ്ട് ഈ പെരുന്നാൾക്ക് എല്ലാവർക്കും ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് യെല്ലോ കളറിലുള്ള ടോപ്പും അതിലേക്ക് ഐവറി കളറിലെ ഒരു സ്കേർട്ടുമാണ്. അങ്ങനെ പെരുന്നാളിൻ്റെ ഡ്രസ്സിങ്ങും ഫോട്ടോസൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു 12 മണിക്കാണ് ലഞ്ച് പ്രിപ്പറേഷൻസ് തുടങ്ങുന്നത്. അപ്പോൾ നെയ്ച്ചോറാണ് വെക്കുന്നത്. പെട്ടെന്ന് തന്നെ ആവും ചെയ്യും. പിന്നെ ചൂടോടുകൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലേറ്റായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കറാമ്പൂ, കറാമ്പട്ട, ഏലക്കായ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇന്ന് ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഈ ഒരു നെയ്ച്ചോറ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബസ്മതി റൈസിലേക്ക് 1 കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ട് ഉള്ളത്. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ്. നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ ബസ്മതി റൈസിൻ്റെയും കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റൗവിൽ വെച്ചിട്ട് ഞാൻ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കന് പിന്നെ ഇന്നലെ ഹാഫ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. നല്ല മൊരിച്ചിലോട് കൂടി തന്നെ കിട്ടും. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് പയർ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാനും കളിക്കാനും ഒക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇതിൻ്റെ ഉള്ള വിശേഷങ്ങൾ. അങ്ങനെ ഏറ്റവും ലാസ്റ്റിലാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത്. വൈകുന്നേരം ആയിട്ടുണ്ട് കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ